പ്യുവർലി ഇപ്പോൾ അലുമിനിയം സിങ്ക് അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ യുറേനിയം അങ്ങനത്തെ സാധനം പ്യുവർലി അത് വാങ്ങാനുള്ള ETF ഇപ്പോഴും അത് പരിഗണിക്കുന്നുണ്ടോ സർക്കാർ, അതോ അതിനിയും വൈകുമോ? അല്ല, റീസെൻ്റായിട്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ കോപ്പർ ETF വന്നേക്കാന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. യുറേനിയത്തിനെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. കാരണം നമ്മുടെ ഗവൺമെൻറ് 2047 ആകുമ്പോഴേക്കും 100 ഗിഗാവാട്ടാണ് ന്യൂക്ലിയർ പവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 8.8 ഗിഗാവാട്ടേ ഉള്ളൂ. റീസെൻ്റായിട്ട് നമ്മുടെ കൽപ്പാക്തർ റിയാക്ടർ ന്യൂക്ലിയർ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. ന്യൂക്ലിയർ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് വൺ ടൈം ഫ്യൂവൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്യൂവലിൻ്റെ ബൈ പ്രോഡക്റ്റുകളിൽ നിന്നാണ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഉൽപ്പാദിപ്പിക്കുകയാണ്. ലോകത്തിൽ തന്നെ സെക്കൻഡ് കൺട്രിയാണ് ഇന്ത്യ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ക്രൈസിസിൻ്റെ ഇടയിൽ പലരും മറന്നുപോയിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുറേനിയം ഫ്യൂച്ചേഴ്സൊക്കെ ഇവിടെ ബൈ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ യുറേനിയം ETF ബൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അല്ല, അത് MCXലൂടെ അത് ഇന്ത്യയിൽ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസിയാണ്. അതിനുള്ള അവസരം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ.